നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ 25 ലക്ഷം നശിപ്പിച്ച് കളഞ്ഞപ്പോ വേറൊരുത്തി 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോവാ. അതാരാമേ? ഞാൻ അറിയുന്ന ആളാണോ? വേറെ ആരാ? ആ രതിക തന്നെ. അവളോ? സൂപ്പർ. ഫാദർ, മിസ്റ്റർ വർമ്മയെ കണ്ടിട്ട് കുറച്ചു ദിവസങ്ങളായല്ലോ എന്ന് ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ. എന്താണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഒരു വരവ്? ഫാദറിനെ വന്ന് കാണാൻ എനിക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? വരുന്നതിന് മുമ്പ് ഫാദർ തിരക്കിലാണോ എന്ന് നേരിട്ട് വിളിച്ച് അന്വേഷിക്കും. ഇന്ന് ഫാദർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. വരൂ, നമുക്ക് പള്ളിമേടയിലിരിക്കാം. ക്ഷമിക്കണം ഫാദർ, അതുപോലെ ഇരുന്ന് വിശദമായി സംസാരിക്കാനുള്ള സമയമില്ല. അത് താൻ വിളിച്ചു പറയാതെ വന്നപ്പോഴേ ഞാൻ ഊഹിച്ചു. രാജു, തന്റെ വിഷമങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഹൃതികമോള് സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു ഫാദർ. മിസ്റ്റർ വർമ്മയെ, അതായത് ഹൃതികമോളുടെ അച്ഛനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, പരസ്പരം പ്രണയിച്ചു നടക്കുമ്പോൾ ഉള്ളതുപോലെയല്ല ഒരുമിച്ച് ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോൾ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ഒരു യാത്രയാണ്. ഒരേ മനസ്സോടെ ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് യാത്ര ചെയ്താലേ കുടുംബജീവിതം വിജയകരമാകൂ. മനസ്സിലായോ? മനസ്സിലായി ഫാദർ. ഒരു ദിവസം ഹൃതികമോളെയും കൂട്ടി രാജു ഇവിടേക്ക് വരണം, കേട്ടോ? ശരി ഫാദർ. വർമ്മേ, പറയണോ, എന്താ തന്റെ പെട്ടെന്നുള്ള വിസിറ്റിംഗിന്റെ കാരണം? അത് രാജു, ഫാദർ ഇത് സ്വീകരിക്കണം. എന്താ ഇത്? ഇതില് 25 ലക്ഷം രൂപയുണ്ട്. നമ്മുടെ ഇടവകയില് പള്ളി വികയം നടത്തുന്ന അനാഥാലയത്തിനും വൃദ്ധസദനത്തിനുമുള്ള ചെലവുകൾക്ക് വേണ്ടി വർമ്മ സാറിന്റെ വക ചെറിയൊരു തുക. ഇത് എന്റെ വകയായിട്ട് കൂട്ടണ്ട. ഈ പണം എന്റെ അല്ലല്ലോ രാജു. പിന്നെ ഈ പണം ഇതാരെങ്കിലും സംഭാവന ചെയ്തതാണോ? ആണെങ്കിൽ പറയണം. എല്ലാത്തിനും കണക്കും കാര്യങ്ങളും ഉള്ളതാണെന്ന് വർമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? വരുന്ന ഇലക്ഷന് മുമ്പായി വോട്ടർമാരുടെ മനസ്സിൽ എന്നെ കുറിച്ച് മോശം അഭിപ്രായം വരുത്താൻ ശത്രുക്കളാരോ എനിക്കെതിരെ ഉപയോഗിച്ച ക്യാഷാണ്. മനസ്സിലായില്ല? ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മേധാവി എന്റെ നല്ലൊരു സുഹൃത്തും എന്നെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളായതുകൊണ്ട് ഈ ക്യാഷ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സറണ്ടർ ചെയ്തില്ല. ഈ ക്യാഷ് പുണ്യപ്രവർത്തിക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇത്രയും അധികം പണം തന്റെ കയ്യിൽ വന്നപ്പോ മറ്റൊന്നും ചിന്തിക്കാതെ, ഇത് പങ്കിട്ടെടുക്കാതെ എന്റെ കുഞ്ഞാടുകളുടെ മുഖമോർത്ത തന്നോടും തന്റെ സുഹൃത്തിനോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതൊരു വലിയ തുകയാണ്. ഈ തുക കൊണ്ട് ഒരുപാട് മനസ്സുകൾ സന്തോഷിക്കുമെന്ന് ഞാൻ തനിക്ക് ഉറപ്പു തരുന്നു. അതെനിക്കറിയാം ഫാദർ. പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച രാജുവിന്റെയും ഹൃതികയുടെയും പേരിൽ ഞാൻ ഈ പണം സംഭാവനയായി എഴുതിക്കൊള്ളാം. അങ്ങനെ ആവട്ടെ ഫാദർ. അൾത്താരയിൽ വന്ന് ആശീർവാദവും സ്വീകരിച്ചിട്ടാവാം മടക്കയാത്ര. ശരി ഫാദർ, വരൂ. രമ്യാണല്ലോ. രമ്യ, എന്താ രമ്യ? മാഡം, ഞാനേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചേ.
എന്താ കാര്യം? അതെ, ഋതിക ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവാ. അതാണോ വലിയ കാര്യം? അല്ല, എന്ത് കോമ്പറ്റീഷൻ? കുക്കിംഗ് കോമ്പറ്റീഷൻ. അതിന് നമുക്കെന്താ? അവൾ എന്ത് കോമ്പറ്റീഷനിലോ പങ്കെടുക്കട്ടെ. പിന്നെ അവക്കവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. മാഡം ഇതത്ര നിസാരായി കാണണ്ട. ഈ മത്സരത്തിന്റെ സമ്മാനത്തുക എത്രയെന്നറിയോ? 1000 2000 അല്ല, 25 ലക്ഷം ഫസ്റ്റ് പ്രൈസ്. 25 ലക്ഷം. അതാലോചിച്ചേ രമ്യ ടെൻഷൻ ആവണ്ട. അവക്ക് ഒന്നാം സമ്മാനം ഒന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടിയാലോ? മാഡം ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അവളായിരിക്കും സ്റ്റാർ. രാജുവിന്റെ വീട്ടിലെ പിന്നെ എല്ലാരും കൂടി അവളെ തലേ ചുമന്നുകൊണ്ട് നടക്കും. ഇപ്പൊ തന്നെ രാജുവും ആ രാധമ്മയും ആ വീണും കൂടെ അവളെ തോളി ചുമന്നോണ്ടാ നടക്കുന്നേ. അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പിന്നെ അവരവളെ തോളിന്നെടുത്ത് തലയിലോട്ട് എടുത്തു വെക്കും. ഈ അംബിക ഇവിടെ ജീവനോടെ ഉള്ളപ്പോ അവള് സ്റ്റാർ ആകുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ ധൈര്യമായിട്ടിരിക്കും രമ്യേ. മത്സര ദിവസം സമ്മാനം പ്രഖ്യാപിക്കുമ്പോ ആ ഋതിക തലയിൽ തുണി ഇട്ടുകൊണ്ട് പോകുന്നത് ഈ അംബിക നിനക്ക് കാണിച്ചു തരാം. ശരി മാഡം, അത് മതി. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ശരി രമ്യ. എന്താ അമ്മയുടെ മുഖത്തൊരു തിളക്കം? ആരായിരുന്നു അമ്മേ ഫോണില്? നീ എന്നെ കൂടുതൽ സുഖിപ്പിക്കൊന്നും വേണ്ട. എന്റെ 25 ലക്ഷം രൂപ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ അമ്മേ, സ്വന്തം മകന് വേണ്ടി തന്നെയല്ലേ 25 ലക്ഷം പോയത്. നീ 25 ലക്ഷം നശിപ്പിച്ച് കളഞ്ഞപ്പോ വേറൊരുത്തി 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോവാ. അതാരാ അമ്മേ? ഞാൻ അറിയുന്ന ആളാണോ? വേറെ ആരാ? ആ ഋതിക തന്നെ. അവളോ? അവളെവിടുന്ന 25 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? അവളേതോ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അതിന്റെ ഒന്നാം സമ്മാനമേ 25 ലക്ഷം രൂപയാ. അതിനവൾക്ക് ഒന്നാം സമ്മാനം കിട്ടണമെങ്കിലേ അവൾക്ക് കുക്കിംഗ് നേരെ അറിയണ്ടേ? എടാ മണ്ട, അവള് പണ്ട് പ്രതാപന് സദ്യ ഉണ്ടാക്കി കൊടുത്തത് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവൾക്കേ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ചിലപ്പോ അവൾക്ക് അവളുടെ അമ്മയുടെ കൈപുണ്യം പാരമ്പര്യമായിട്ട് കിട്ടിയതും ആവാം. പോരെങ്കിലേ ഇപ്പോൾ അവൾ ആ രാധമ്മയുടെ വീട്ടിലല്ലേ താമസം. രാധമ്മ നല്ല ഒന്നാന്തരം പാചകക്കാരിയാ. ആ രാധമ്മയുടെ ശിക്ഷണം കൂടി ആകുമ്പോ അവൾ ഒന്നാം സമ്മാനം നേടിയെടുക്കുന്നതിലെ അത്ഭുതപ്പെടാനൊന്നുമില്ല. അമ്മ അതാലോചിച്ച് ടെൻഷനാവണ്ട. ഋതിക കുക്കിംഗ് കോമ്പറ്റീഷന് ആ ഏരിയയിൽ പോലും പോയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.